ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസത്തെ സെൽഫ് ലവ് പ്രാക്ടീസിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ പ്രാക്ടീസാണ് ഇന്ന്. പതിവ് പോലെ മിറർ വർക്ക്, അഫർമേഷൻ, ജേർണലിംഗ്, മെഡിറ്റേഷൻ ഇതാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മോണിറ്ററി യുവർ സെൽഫ് ടോക്ക്, അതായത് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നമ്മുടെ ഉള്ളില് എന്താണോ പറയുന്നത് അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് ആരും നമ്മുടെ അടുക്കലില്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ പലതും പറയാറില്ലേ? അതിനെയാണ് നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണോ കൂടുതൽ സമയവും പറയുന്നത് അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൽഫ് ടോക്കിനെ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു എളുപ്പ വഴി, കഴിഞ്ഞ കാല വിശ്വാസങ്ങളെയും ചിന്തകളെയും മാറ്റി നിർത്തി ഈ നിമിഷത്തിൽ ജീവിക്കുക. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അതുപോലെ സ്വീകരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും, നീ ഒരിക്കലും വൃത്തിയായിട്ട് നടക്കുന്നില്ല, നീ ഒരു കാര്യം ശരിയായി ചെയ്യുന്നില്ല എന്നൊക്കെ. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാനായി നമ്മൾ അവർ പറയുന്നത് പോലെ ചെയ്തു. ഇതിൽ നിന്നും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, അംഗീകാരവും സ്നേഹവും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന്. അതായത് സ്നേഹവും അംഗീകാരവും ഉപാധികളോടുകൂടിയുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ആശയമാണ്. കുട്ടിക്കാലത്ത് കിട്ടിയ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് സെൽഫ് ടോക്കിന് കാരണം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതാണ് വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. നമ്മൾക്ക് നമ്മളെ തന്നെ വിലയില്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകും നമ്മൾ ആകർഷിക്കുന്നത്. എന്നാൽ നമ്മൾ നമ്മളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ജീവിതം മഹത്തായ ഒരു സമ്മാനമായിരിക്കും. നിങ്ങളുടെ ജീവിതം അസന്തുഷ്ടമാണെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളെയും ദൈവത്തെയും മറ്റുള്ളവരെയും പഴിക്കും. ഇതിൻ്റെയൊക്കെ കാരണം അവരാണെന്ന് നിങ്ങൾ പറയും. കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെ ഒരിക്കലും സ്വതന്ത്രരാക്കില്ല. വാക്കുകൾക്ക് വളരെ വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നെഗറ്റീവായിട്ടുള്ളതാണെങ്കിൽ അത് മാറ്റുക. അതിനു പകരമായിട്ട് പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുക. ഇന്നത്തെ മിറർ വർക്കിന്റെ സമയത്ത് പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇന്നത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, I release all the negative messages from the past. Live in the present moment. ഞാൻ എൻ്റെ എല്ലാ പഴയ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഇനി ഇന്ന് ചെയ്യേണ്ട മിറർ വർക്ക്, ശാന്തമായിട്ട് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയുക. ഇന്ന് ചെയ്യേണ്ട മിറർ വർക്ക്, നമ്മുടെ മനസ്സ് ശാന്തമാക്കിയതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, ഞാൻ എന്താണോ എന്നോട് പറയുന്നത് ഞാനത് സ്നേഹത്തോട് മാത്രമേ പറയൂ. ഞാൻ എന്ത് എന്നോട് പറയുമ്പോഴും ഞാൻ അത് സ്നേഹത്തോടെ മാത്രമേ പറയൂ എന്ന് കണ്ണിൽ നോക്കി പറയുക. കണ്ണിൽ നോക്കി പറയേണ്ട സെന്റൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഞാൻ എന്ത് എന്നോട് പറയുമ്പോഴും ഞാൻ സ്നേഹത്തോടെ മാത്രമേ പറയുകയുള്ളൂ. അതിനുശേഷം ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണമായിട്ട് ചെറുപ്പം മുതൽ കേട്ടിട്ടുണ്ടാവും, നീ സുന്ദരിയല്ല, നിനക്ക് കഴിവില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല, നീ മണ്ടനാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള വാക്കുകൾക്ക് പകരമായിട്ട് നീ സുന്ദരിയാണ്,
നീ ബുദ്ധിമതിയാണ്, നീ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ആവർത്തിച്ചു പറയുക. ഇനി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, അത് തിരഞ്ഞെടുക്കുക. ആ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് ആവർത്തിച്ചു പറയേണ്ടത്. ഓരോ തവണ കണ്ണാടിയുടെ മുൻപിലൂടെ പോകുമ്പോഴും ഈ വാക്കുകൾ പറയുക. ഇനി ജേർണലിംഗ് ആണ്. അതിനായിട്ട് നോട്ട്ബുക്ക് എടുക്കുക. അതിലേക്ക് നിങ്ങൾ ഇന്ന് ആരോടെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റോറി പറഞ്ഞുവോ, എത്ര തവണ പറഞ്ഞു, അത് എത്ര പേരോട് പറഞ്ഞു, ഇതാണ് എഴുതേണ്ടത്. ആദ്യം നിങ്ങൾ നെഗറ്റീവ് സ്റ്റോറി എഴുതുക. ഇനി എത്ര പേരോട് പറഞ്ഞു, എത്ര തവണ പറഞ്ഞു, അതുകൂടി എഴുതുക. അതിനുശേഷം പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറി കൂടി എഴുതുക. അത് നാളെ ആളുകളെ കാണുമ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി മാത്രം പറയുക. ഇന്നത്തെ ഹൃദയചിന്ത എന്ന് പറയുന്നത് ഐ ഓൾവേസ് ഹാവ് എ ചോയ്സ്. എനിക്ക് എല്ലായ്പ്പോഴും ചോയ്സ് ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മളൊക്കെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടാണ് വളർന്നത്. അതുപോലെ നമ്മൾ ജീവിക്കുകയും ചെയ്തു. അവിടെ നമ്മൾക്ക് ചോയ്സ് ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ചോയ്സ് നമുക്കുണ്ടായിരുന്നു. ഏത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. എന്ത് തീരുമാനം എടുക്കണമെന്നും നമുക്ക് തീരുമാനിക്കാം. പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുക്കണം. ഇനി മെഡിറ്റേഷനാണ്. ശാന്തമായി നട്ടെല്ല് നിവർത്തിയിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. അത് പതിയെ പുറത്തേക്ക്. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. അത് പുറത്തേക്ക് വിടുക. നിങ്ങൾ റിലാക്സ് ആയിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ സ്നേഹത്താൽ പൊതിയുന്നതായി കാണുക. നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുന്നതായി കാണുക. നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. നിങ്ങൾക്ക് അതിന് അർഹതയുണ്ട് എന്ന് അറിയുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നതായി സങ്കൽപ്പിക്കുക. അത് നിങ്ങളുടെ ശരീരത്തിൽ വ്യാപിക്കുന്നതായി, ഒരു ഹീലിംഗ് എനർജിയായി നിങ്ങളിൽ പ്രവർത്തിക്കുന്നതും കാണുക. ആ സ്നേഹം നിങ്ങളുടെ മുറിയിൽ വ്യാപിക്കുന്നതായും പിന്നീട് നിങ്ങൾ വലിയൊരു സ്നേഹവലയത്തിൽ ആകുന്നതുവരെ വീട് മുഴുവൻ വ്യാപിക്കുന്നതായും കാണുക. നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതായും അത് പല മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായും കാണുക. സ്നേഹമാണ് ഏറ്റവും വലിയ ഹീലിംഗ് ഫോഴ്സ്. ആ സ്നേഹം നിങ്ങളുടെ ശരീരം മുഴുവൻ ഒഴുകട്ടെ. നിങ്ങൾ സ്നേഹമാകുന്നു. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.